ത്രിയേക ദൈവത്തിന് സ്തുതി. അഭിമന്യ തിരുമേനി, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 19ാം നൂറ്റാണ്ടിൻ്റെ അന്തിമ ദശകങ്ങളിലും 20ാം നൂറ്റാണ്ടിൻ്റെ 6 ദശകങ്ങളിലും പരിശുദ്ധ സഭയുടെ സാമൂഹികവും മതപരവുമായ രംഗത്ത് അത്യപൂർവങ്ങളായ സംഭാവനകൾ നൽകിയ, കാലത്തിന് അധീനനായി ജീവിക്കുകയും കാലഘട്ടങ്ങളെ സമന്വയിപ്പിക്കുകയും ചെയ്ത കലാശ്ശേരി ബാവ, കുരിശി ബാവ, വലിയ ബാവ എന്നീ ദ്വിതീയ നാമങ്ങളാൽ അറിയപ്പെട്ട പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ 52ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് പരിശുദ്ധ കുരിശി ബാവയുടെ സാമൂഹിക ദർശനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ എനിക്ക് അവസരം കിട്ടിയത് ദൈവത്തിനോടും ഇതിൻ്റെ ഭാരവാഹികളോടും ആദ്യമേ തന്നെ നന്ദി അറിയിക്കട്ടെ. ദർശനം എന്നത് ആയിരിക്കുന്ന അവസ്ഥയ്ക്കും സമയത്തിനും കാലഘട്ടത്തിനും അതീതമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും വിശകലനം ചെയ്യുവാനുമുള്ള കഴിവാണ് എങ്കിൽ പരിശുദ്ധ കലാശ്ശേരി ബാവ അസാമാന്യമായ സാമൂഹിക ദർശനമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണാം. ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായി, മനുഷ്യ സമൂഹത്തെ ഒന്നായി കണ്ട മഹാനടനായിരുന്നു പരിശുദ്ധ കലാശ്ശേരി ബാവ. 1930കളിൽ ഇന്ത്യ സാമ്പത്തിക മാന്ദ്യം അനുഭവിച്ചപ്പോൾ പ്രത്യേക പ്രാർത്ഥനയും ഉപവാസവും സംഘടിപ്പിക്കുകയും കേരളപ്പിറവി ദിനത്തിൽ കേരളത്തിന്റെ ഒരുമയും തനിമയും നിലനിർത്തുവാൻ സഭാജനങ്ങളോട് പ്രബോധിപ്പിക്കുകയും തന്റെ ജന്മദിനങ്ങൾ കോട്ടയത്തെ വിക്ഷാദ കേന്ദ്രത്തിലെ അന്തേവാസികളോടൊപ്പം ആഘോഷിച്ചതുമെല്ലാം ജാതി വൈകൃതങ്ങളില്ലാതെ ബാവ എല്ലാവരെയും ഒന്നായി കണ്ടു എന്നതിന്റെ ഉദാഹരണങ്ങളാണ്. രണ്ടാമതായി, സാമൂഹിക നേതൃത്വ നിലയിലേക്ക് ഉയർന്നുനിന്ന് പ്രവർത്തിച്ചു. നായർ സർവീസ് സൊസൈറ്റിയുടെ സമന്വിത നേതാവായ ശ്രീ മന്നത്ത് പത്മനാഭന്റെ സദാഭിഷേക സമാപന സമ്മേളനത്തിൽ അദ്ദേഹത്തെക്കാൾ ഉയർന്നൊരു വ്യക്തിയെ വേണമെന്ന് ശഠിച്ച് പരിശുദ്ധ കലാശ്ശേരി ബാവയെയാണ് ക്ഷണിക്കുകയുണ്ടായത്. 1928 കോട്ടയം ജില്ലാ ആശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്തതും 1961 തിരുവനന്തപുരം മൈതാനത്തിന് കൈയിട്ടതുമെല്ലാം അദ്ദേഹത്തിന്റെ നേതൃത്വം സാമൂഹിക തലത്തിൽ അംഗീകരിക്കപ്പെട്ടതിന്റെ തെളിവുകളായി നമുക്ക് കണക്കാക്കാം. മൂന്നാമതായി, എക്യുമെനിക്കൽ രംഗത്തെ ദർശനം. 1937 ഏലംപുരത്തിൽ നടന്ന ഫെയ്ത്ത് ആൻഡ് ഓർഡർ കോൺഫറൻസിൽ പങ്കെടുക്കുക വഴി സഭയുടെ പങ്കാളിത്തവും സാമൂഹികവും മതപരവുമായ നിലപാടുകളും സുവ്യക്തമാക്കുകയും 1934 സഭാ സമാധാനത്തിനായി ഹോംസിൽ പോയി മാർ അപ്രേം പാത്രീസുമായി സന്ധി സംഭാഷണം നടത്തിയതും ഇതിനുദാഹരണങ്ങളാണ്. നാലാമതായി, മാധ്യമ ശക്തീകരണത്തിന് നേതൃത്വം നൽകി. സാമൂഹ്യ പരിവർത്തനത്തിനും വിശ്വാസ ശക്തീകരണത്തിനും ലക്ഷ്യം വെച്ച് സഭയുടെ ഔദ്യോഗിക മാസികയായി മലങ്കര സഭാമാസിക 1946 പ്രസിദ്ധീകരിച്ചു. മലങ്കര സഭാമാസിക സഭ്യതയുടെ നിലവിൽ നിൽക്കുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ കലാശ്ശേരി ബാവയുടെ സാമൂഹിക ദർശനം കുറെ കൂടി വ്യക്തമാവുകയാണ്. സഭയ്ക്ക് പൊതുവിൽ മാക്കാൻകുന്നിൽ ഒരു റേഡിയോ നിലയം ഉണ്ടാവണമെന്ന് തിരുമേനി ആഗ്രഹിച്ചു എന്നത് അദ്ദേഹത്തിന്റെ ഭാവനാ സമ്പന്നതയും ആത്മീയവും സാമൂഹികവുമായ ഗൗരവവും വെളിവാക്കും. അഞ്ചാമതായി, വിദ്യാഭ്യാസ മേഖലയിലെ ദർശനം. സാമൂഹിക പ്രതിബദ്ധത ഉളവാക്കുന്നതിൽ വിദ്യാഭ്യാസത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞ് പല സ്കൂളുകളും കോളേജുകളും അദ്ദേഹം നിർമ്മിക്കുകയുണ്ടായി. പത്തനംതിട്ട കാതോലിക്ക കോളേജും കോട്ടയം ബസേലിയോസ് കോളേജും ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. ആറാമതായി, അധർമ്മരുടെ ഉന്നമനത്തിനും സുവിശേഷ വൽക്കരണത്തിനും നേതൃത്വം നൽകി. താഴെക്കിടയിൽ കിടക്കുന്നവരും നിർധനരും നിരക്ഷരരുമായവരുടെ ഉന്നമനത്തിനായി തുടങ്ങിയ ശ്രീമാദാസ സമൂഹത്തിന് സുവിശേഷ വൽക്കരണത്തിനും വിശ്വാസ ശക്തീകരണത്തിനും ഉന്നമിച്ച സെന്റ് പോൾസ് സുവിശേഷാലയത്തിനും അദ്ദേഹം നൽകിയ പിന്തുണയും നേതൃത്വവും വിസ്മരിക്കത്തക്കവയല്ല. ഏഴാമതായി, ദേശാഭിമാന ബോധവും ആത്മാർത്ഥതയുടെ നേതൃത്വവും കാഴ്ചവെച്ചു. ഇന്ത്യ ചൈന യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ രാഷ്ട്രത്തിന്റെ ശിഥിലീകരണത്തെ പ്രതിരോധിക്കുവാൻ ആത്മീയ തേജസ്സായി പ്രശോഭിച്ച് ആ രാജ്യസ്നേഹി മുന്നിട്ട് വന്നു. രാജ്യരക്ഷാനിധിയിലേക്ക് സ്വർണവും പണവും സംഭാവന ചെയ്യുവാൻ സമാധാനങ്ങളോട് പ്രബോധിപ്പിക്കുകയും അതിലുപരിയായി തന്റെ കൈവശമുണ്ടായിരുന്നത് നൽകുകയും ചെയ്തു. ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. സാമൂഹ്യ ചന്ദ്രപ്പള്ളി സാറിന്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ മലങ്കര സഭയുടെ ഭൂതവർത്തമാന കാലങ്ങളെ കൂട്ടിയിണക്കിയ സുവർണ ശൃംഖലയാണ് പരിശുദ്ധ കലാശ്ശേരി ബാവ. മേൽപ്പറഞ്ഞ പ്രകാരം എണ്ണി പറയുവാൻ സാധിക്കാത്തവണ്ണം നിസ്തുലമായ സംഭാവനകളെ സഭയ്ക്കും
പരിശുദ്ധ ബെസിലിയൂസ് ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനി ജീവിത ദർശനവും സാമൂഹിക ദർശനവും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ പാത പിന്തുടരുവാൻ നമുക്ക് ഏവർക്കും പരിശ്രമിക്കാം. ആയതിന് ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.